ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പ്രതികളുടെ കോൾ റെക്കോർഡ് പരിശോധന പൂർത്തിയായി. സംഭവത്തിൽ ഗൂഢാലോചനയ്ക്ക് നിലവിൽ തെളിവുകളില്ലെന്നാണ് കണ്ടെത്തൽ. ഏരിയ സെക്രട്ടറി തലത്തിലുള്ള കോളുകൾ മാത്രമാണ് ഫോണുകളിലുള്ളത്. അവ സമരത്തിന് എത്താൻ ആവശ്യപ്പെട്ടുള്ള കോളുകളാണെന്നാണ് പ്രതികളുടെ മൊഴി. അപർണ കേസുണ്ട് വിവരങ്ങളുമായി. അപർണ, എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ പ്രതികളുടെ കോൾ റെക്കോർഡ് പരിശോധന അടക്കം പൂർത്തിയായ സാഹചര്യമാണ്. നിലവിൽ തെളിവുകളില്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അങ്ങനെയാണെങ്കിൽ ഗൂഢാലോചനയ്ക്ക് തെളിവുകളില്ലെന്നാണ് കണ്ടെത്തൽ. അങ്ങനെയാണെങ്കിൽ ഇനി എന്താണ് തുടർ നടപടി? കാർത്തു, ഇത്തരത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ ഇഡി ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുകയും തുടർന്ന് അവർ പുറത്തേക്കിറങ്ങുന്ന വേളയിലാണ് ഇത്തരത്തിൽ ഡിവൈഎഫ്ഐ SFI പ്രവർത്തകർ ഇത്തരത്തിൽ അക്രമം അഴിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് 25 പ്രതികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരുടെ കോൾ റെക്കോർഡുകളാണ് ഇപ്പോൾ പരിശോധിച്ചത്. ഈ പരിശോധനയിൽ ഇത്തരത്തിൽ ഗൂഢാലോചനകൾ നടന്നതായോ അത്തരത്തിലുള്ള കോൾ റെക്കോർഡുകളൊന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇത്തരത്തിൽ കോളുകൾ വന്നിട്ടുള്ളത് ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കണം എന്ന തരത്തിലുള്ള കോളുകളാണ് എത്തിയിരിക്കുന്നത്. എന്തായാലും കൂടുതൽ പരിശോധനയ്ക്ക് ഈ ഫോണുകൾ വിട്ടു നൽകണമെന്ന തരത്തിൽ പോലീസ് അതിനായിട്ടുള്ള ആ നടപടികളിലേക്കൊക്കെ കടക്കുകയാണ്. എന്തായാലും വളരെ നിർണായകമാണ് ഈ കോൾ റെക്കോർഡുകൾ അടക്കം പരിശോധിച്ചുകൊണ്ടുള്ള ഈ പരിശോധന എന്ന് പറയുന്നത്. ഇന്നാണ് ഇതിൽ 12ാം പ്രതി ലെനിൻ രാജിൻ്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുക. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് ഇന്ന് ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുക. കേസിലെ 12ാം പ്രതിയാണ്. കഴിഞ്ഞ തവണ മജിസ്ട്രേറ്റ് കോടതി ഇത്തരത്തിൽ ലെനിൻ്റെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. കൂടാതെ കഴിഞ്ഞ ദിവസമാണ് 9ാം പ്രതിക്ക് ഇത്തരത്തിൽ ജാമ്യം ലഭിച്ചത്. ആ ജാമ്യം ലഭിച്ചതുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതായത് പ്രോസിക്യൂഷൻ ഇത്തരത്തിൽ CPIM പ്രവർത്തകർക്ക് അനുകൂലമായി വാദിച്ചു എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നിരുന്നു. അതായത് പോലീസ് നൽകിയ ഹർജിയിൽ അല്ലെങ്കിൽ പോലീസ് നൽകിയ അപേക്ഷയിൽ പറയുന്നത് ഇത്തരത്തിൽ പ്രതിക്ക് ജാമ്യം നൽകരുത് എന്നായിരുന്നു. എന്നാൽ പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നത് ഇത്തരത്തിൽ പോലീസിന് ജാമ്യം നൽകുന്നതിൽ യാതൊരുവിധ എതിർപ്പുമില്ല എന്ന് പ്രോസിക്യൂഷൻ വാദിക്കുകയും അതിനെ തുടർന്ന് 9ാം പ്രതിക്ക് ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുമൊക്കെ വളരെ വിവാദങ്ങളിലേക്ക് കടന്നിരുന്നു. എന്തായാലും കോൾ റെക്കോർഡുകൾ അടക്കം പരിശോധിച്ചു കൊണ്ടുള്ള നടപടികൾ മുന്നോട്ട് പുരോഗമിക്കുകയാണ്. കാത്തു, ശരി, വ്യക്തമാണ്. അപർണ കേസാണ് വിവരങ്ങൾ നൽകിയത്.